Hi dears, welcome back. Here are some daily life sentences during Ramadan. റമദാനിൽ നമ്മൾ സാധാരണ സംസാരിക്കാറുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ നോമ്പിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്നെല്ലാവർക്കും അറിയുമോ? ഫാസ്റ്റിംഗ് എന്നാ പറയുക. നോമ്പിന് എന്താ പറയുക? ഫാസ്റ്റിംഗ് എന്നാണ് നോമ്പിന് പറയുക കേട്ടോ. സോ നമ്മൾ എപ്പോഴാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു അത്താഴം കഴിച്ചിട്ടാണ് നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യല്. ഈ അത്താഴം എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ രാവിലെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്കിൻ്റെ തൊട്ട് മുമ്പായിട്ട്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുന്നതിനെയാണ് ഇവിടെ അത്താഴം എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾ അത്താഴം കേട്ടിട്ടുണ്ടാവും, സപ്പർ എന്നുള്ള വേർഡ് അല്ലേ? ആ അത്താഴം അല്ല അത് കേട്ടോ. ഇത് നോമ്പിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന അത്താഴം. ആ അത്താഴത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും സുഹൂർ എന്നാണ് പറയുക. അത്താഴത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? സുഹൂർ എന്നാണ് പറയുക. അപ്പോൾ സാധാരണ നമ്മൾ സുഹൂറിന് വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം അല്ലേ? അപ്പോൾ ഈ സുഹൂർ യൂസ് ചെയ്തൊരു സെൻറ്റൻസ് പറഞ്ഞു നോക്കിയാലോ. യെസ്, ഐ നീഡ് ടു വേക്ക് അപ്പ് ഏർലി ഫോർ സുഹൂർ. ഐ നീഡ് ടു വേക്ക് അപ്പ് ഏർലി ഫോർ സുഹൂർ. എനിക്ക് സുഹൂറിന് വേണ്ടിയിട്ട് നേരത്തെ എണീക്കേണ്ടതുണ്ട്. എങ്ങനെയാ പറയാ? ഐ നീഡ് ടു വേക്ക് അപ്പ് ഏർലി ഫോർ സുഹൂർ. അപ്പോൾ വേർഡ് മനസ്സിലാക്കുക, സുഹൂർ. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ സുഹൂറൊക്കെ കഴിഞ്ഞു, നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ? പിന്നെ ഇല്ല അല്ലേ? നമ്മൾ സ്കിപ്പ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ്? നമ്മൾ നോമ്പുള്ളത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം. സോ നമുക്ക് പറയാം, സെൻറ്റൻസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ഐ ആം ഫാസ്റ്റിംഗ് ടുഡേ, ഐ വിൽ സ്കിപ്പ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ആം ഫാസ്റ്റിംഗ് ടുഡേ, ഐ വിൽ സ്കിപ്പ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കിന്ന് നോമ്പാണ്, സോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ദെൻ ഈ നോമ്പെടുക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോമ്പ് നോറ്റിട്ട് കുറച്ച് ക്ഷീണമുണ്ട്, ഒന്ന് പോയി കിടക്കട്ടെ, ഒന്ന് പോയി മയങ്ങട്ടെ എന്ന് പറയാറില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? I'm feeling a bit weak from fasting, so I will take a nap. എങ്ങനെയാ പറയാ? I'm feeling a bit weak from fasting, so I will take a nap. Nap എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ, ഒരു മയക്കം. സോ എനിക്ക് നോമ്പ് നോറ്റത് കൊണ്ട് ക്ഷീണമുണ്ട്, ഒന്ന് മയങ്ങട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. I'm feeling a bit weak from fasting, so I will take a nap. Okay. നമ്മൾ ഈ റമദാൻ മാസം നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഖുറാൻ ഓതാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഖുറാൻ മുഴുവനായിട്ട് ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ ആം ട്രൈങ് ടു റീഡ് ദ എൻറ്റയർ ഖുറാൻ ഡ്യൂറിങ് റമദാൻ. എങ്ങനെയാ പറയുക? ഐ ആം ട്രൈങ് ടു റീഡ് ദ എൻറ്റയർ ഖുറാൻ ഡ്യൂറിങ് റമദാൻ. എൻറ്റയർ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഖുറാൻ മുഴുവനായിട്ടും ഞാൻ ഓതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ റമദാനിൽ ശ്രമിക്കാറുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ ആം ട്രൈങ് ടു റീഡ് ദ എൻറ്റയർ ഖുറാൻ ഡ്യൂറിങ് റമദാൻ. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഈ മാസം എന്ന് പറയുന്നത് ഹോളി മന്ത് ആണ് അല്ലേ? ഒരു പരിശുദ്ധമായ മാസമാണ്. ഈ മാസം നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? ചാരിറ്റിയിലേക്കെല്ലാം ഡൊണേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക കേട്ടോ. സോ നമുക്കത് എങ്ങനെയാണ് പറയാം? ലെറ്റ്സ് മേക്ക് സം ഡൊണേഷൻസ് ടു ദ ചാരിറ്റി ഡ്യൂറിങ് റമദാൻ. എങ്ങനെയാ പറയാ? ലെറ്റ്സ് മേക്ക് സം ഡൊണേഷൻസ് ടു ദ ചാരിറ്റി ഡ്യൂറിങ് റമദാൻ. ഈ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യുക? ചാരിറ്റിയിലേക്ക് ഡൊണേഷൻസ് എല്ലാം കൊടുക്കുക. പിന്നെ അതുപോലെ എന്താണ്, നമ്മൾ നോമ്പ് തുറക്കൽ ഒരു കാരക്ക യൂസ് ചെയ്തിട്ടാണ് അല്ലേ? ഒരു ഈത്തപ്പഴം കഴിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കാറുള്ളത്. അപ്പം നമ്മൾ പറയാണ്, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഡേറ്റ് എന്നാ പറയുക കേട്ടോ. കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഡേറ്റ് എന്നാ പറയുക കേട്ടോ. നമ്മളൊരാളോട് പറയാണ്, ക്യാൻ യു പാസ് മീ എ ഡേറ്റ് പ്ലീസ്? എനിക്കൊരു ഡേറ്റ് തരുമോ? നമ്മൾ ക്യാൻ യു പാസ് മീ എ ഡേറ്റ് പ്ലീസ്. ഇവിടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴമാണ് കേട്ടോ. ക്യാൻ യു പാസ് മീ എ ഡേറ്റ് പ്ലീസ്. ദെൻ അങ്ങനെ നോമ്പ് തുറക്കുകയാണല്ലേ? നോമ്പ് തുറക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക അറിയോ? നോമ്പ് തുറക്കുന്നതിന് നോമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യാണ് അല്ലേ? ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാണ്. അതിന് നമ്മൾ പറയും ബ്രേക്ക് എ ഫാസ്റ്റ്. എന്താ പറയാ? ബ്രേക്ക് എ ഫാസ്റ്റ് എന്നാ പറയാ. നമുക്കൊരു സെന്റൻസ് പറഞ്ഞു നോക്കാം അല്ലേ? ലെറ്റ്സ് ബ്രേക്ക് അവർ ഫാസ്റ്റ് ടുഗദർ അറ്റ് സൺസെറ്റ്. എങ്ങനെയാ പറയാ? ലെറ്റ്സ് ബ്രേക്ക് അവർ ഫാസ്റ്റ് ടുഗദർ അറ്റ് സൺസെറ്റ്. സൺസെറ്റിൽ നമുക്ക് നമ്മുടെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമ്മളുടെ നോമ്പ് തുറക്കാം. ലെറ്റ്സ് ബ്രേക്ക് അവർ ഫാസ്റ്റ് ടുഗദർ അറ്റ് സൺസെറ്റ്.
പിന്നെ അതേപോലെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, എന്താണ്, നമ്മളെ ഇഫ്താർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് സ്കെഡ്യൂൾ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഇഫ്താർ എന്ന് പറയുന്നത് എന്താണ്, ഈ നോമ്പ് തുറക്കാണ്. നോമ്പ് തുറക്കുന്ന കഴിക്കുന്ന ആ ഫുഡിൻ്റെ ആ ഒരു നോമ്പ് തുറ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പറയല് ഇഫ്താർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയാലോ, ക്യാൻ വി സ്കെഡ്യൂൾ ദ മീറ്റിംഗ് ആഫ്റ്റർ ഇഫ്താർ. ക്യാൻ വി സ്കെഡ്യൂൾ ദ മീറ്റിംഗ് ആഫ്റ്റർ ഇഫ്താർ. നമുക്ക് ഇഫ്താറിന് ശേഷം നമുക്ക് ഈ മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്താൽ പോരെ. എങ്ങനെയാ പറയാ, ക്യാൻ വി സ്കെഡ്യൂൾ ദ മീറ്റിംഗ് ആഫ്റ്റർ ഇഫ്താർ. യെസ്. ഈ റമദാൻ മാസത്തിലുള്ള ഒരു പ്രത്യേകത എന്താണ്, തറാവീഹ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ പോകുമോ അല്ലേ, തറാവീഹ് നമസ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തറാവീഹ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രെയർ ആണ് നമ്മുടെ റമദാനിലുള്ള. സോ നമ്മൾ പറയാണ്, ഇന്ന് രാത്രി നമുക്ക് എന്ത് ചെയ്യാം, പള്ളിയിൽ പോവാം, തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവാം. എങ്ങനെയാ പറയാ, ലെറ്റ്സ് ഗോ ടു ദ മോസ്ക്. മോസ്ക് എന്ന് പറഞ്ഞാൽ പള്ളി കേട്ടോ. ലെറ്റ്സ് ഗോ ടു ദ മോസ്ക് ഫോർ തറാവി പ്രേയേഴ്സ് ടു നൈറ്റ്. ഇന്ന് രാത്രി നമുക്ക് എന്ത് ചെയ്യാം, തറാവി നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ പോവാം. എങ്ങനെയാ പറഞ്ഞത്, ലെറ്റ്സ് ഗോ ടു ദ മോസ്ക് ഫോർ തറാവി പ്രേയേഴ്സ് ടു നൈറ്റ്. പിന്നെ നമ്മൾ നോമ്പൊക്കെ കഴിയാറാവുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കാറുള്ളത്? അതെ അല്ലേ, നമ്മുടെ ഈദ് സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാറില്ലേ? യെസ്, ഈദ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ അല്ലേ. സോ നമുക്കൊരു സെന്റൻസ് പറഞ്ഞു നോക്കിയാലോ. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഈദ് സെലിബ്രേഷൻ അറ്റ് ദ എൻഡ് ഓഫ് റമദാൻ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്, ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്. അതിനെങ്ങനെയാ പറഞ്ഞത്, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഈദ് സെലിബ്രേഷൻ അറ്റ് ദ എൻഡ് ഓഫ് റമദാൻ. എങ്ങനെയാ പറഞ്ഞത്, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഈദ് സെലിബ്രേഷൻ അറ്റ് ദ എൻഡ് ഓഫ് റമദാൻ. വൺസ് മോർ, ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഈദ് സെലിബ്രേഷൻ അറ്റ് ദ എൻഡ് ഓഫ് റമദാൻ. യെസ്. അപ്പോൾ നമ്മൾ 10 സെന്റൻസ് മാത്രമേ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.